ശ്രീ ഇൻസൈറ്റ് ഓഫ് ടാരോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു റിലേഷൻഷിപ്പ് റീഡിംഗ് നോക്കാം. നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ വ്യക്തി, അതായത് തേർഡ് പാർട്ടിയിലേക്ക് കടന്നുപോയ ഒരു വ്യക്തി, ആ വ്യക്തി ഇപ്പോൾ അനുഭവിക്കുന്ന ധർമ്മസങ്കടം എന്താണ്, അല്ലെങ്കിൽ അവസ്ഥ എന്താണ്, നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്, തേർഡ് പാർട്ടി മൂലം വന്ന എന്തെല്ലാം വിഷമങ്ങളാണ് ഈ വ്യക്തി അനുഭവിച്ചിട്ടുള്ളത്, ഇതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. പിന്നെ തേർഡ് പാർട്ടിയുമായിട്ട് എങ്ങനെയാണ്, ഇതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഈ റീഡിങ് എടുക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. ഇത് ജനറൽ റീഡിംഗ് ആണേ. ജനറൽ റീഡിംഗ് ആവുന്ന സമയത്ത് അറിയാമല്ലോ, നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക. എല്ലാവർക്കും റെസനേറ്റ് ആവുമെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. മെയിൽ ഓർ ഫീമെയിൽ എല്ലാവർക്കും കാണാം. അതുപോലെ തന്നെ ടൈംലെസ് ആണ്. ഓക്കെ, നമ്മുടെ ചാനൽ ഹൈപ്പ് ചെയ്യുന്നുണ്ട്, ഞാൻ കണ്ടു കഴിഞ്ഞ പ്രാവശ്യം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ ലൈക്ക്, കമൻറ്റ്, ഷെയറൊക്കെ നിങ്ങൾ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. ഓക്കെ, നമ്മൾ കാർഡ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. കാർഡ്സ് നമുക്ക് ആദ്യം കിട്ടിയിരിക്കുന്നത് തന്നെ 7 ഓഫ് സോർഡ്സ് ആണ്. ഈ 7 ഓഫ് സോർഡ്സ് വരുമ്പോൾ ഒരു ചതിയാണ് നമ്മളിവിടെ കാണുന്നത്. ചതി എന്ന് പറയുമ്പോൾ വാക്കുകൾ കൊണ്ടുള്ള ചതി, പറഞ്ഞു പറ്റിക്കുക, അല്ലെങ്കിൽ പറഞ്ഞ് പിന്നെ നമ്മളുടെ കൈകളിലേക്ക്, അല്ലെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഒരു വ്യക്തിക്ക് പിന്നെ കാര്യസാധ്യം ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ അത് നടക്കണമെങ്കിൽ ചില നുണകളൊക്കെ പറയുക, ചില കാര്യങ്ങൾ ഒളിച്ചു വെക്കുക, ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ ഇവിടെ നടന്നിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ, ഈ വ്യക്തി വളരെയധികം വിഷമിച്ച് നിന്നിരുന്ന ഒരു സമയമാണ് അത്. നിങ്ങളുമായിട്ട് പിരിയുന്ന, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടൊരു നല്ല ടൈമിലായിരിക്കുമ്പോഴും ഈ വ്യക്തി വളരെ വിഷമിച്ചിരുന്ന ഒരു അവസ്ഥയുണ്ട്. മണി ബേസിൽ, സാമ്പത്തികമായിട്ടുള്ള ചില കാര്യങ്ങളിൽ ഈ വ്യക്തി വളരെയധികം വിഷമിച്ചിരുന്നു. ഇപ്പം അത് എന്ന് വെച്ചാൽ ഈ മണി ബാലൻസ് ചെയ്യാൻ ഉള്ള വിഷമങ്ങൾ, അല്ലെങ്കിൽ അത് പിന്നെ വരവ് കുറവും ചിലവ് കൂടുതലും ആകുമ്പോഴുള്ള പ്രശ്നങ്ങൾ, ബിസിനസ്സിലെ തകർച്ച, ഇത്തരം കാര്യങ്ങൾ ഇയാൾ അഭിമുഖീകരിച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ എംപ്ലോയി ആണെങ്കിലും ശരി, ഇവിടെ ഫിനാൻസ് വിഷയം വളരെയധികം വന്നിരുന്നു ആ സമയത്ത് കാണിക്കുന്നുണ്ട്. ആ സമയം ഈ തേർഡ് പാർട്ടി ഈ വ്യക്തിയെ സ്വാധീനിച്ചു എന്നാണ് കാണിക്കുന്നത്. ആ തേർഡ് പാർട്ടി ആ സമയത്ത് കുറേ സഹായിച്ചതായിട്ടാണ് കാണിക്കുന്നത്. അതായത് പിന്നെ നമ്മുടെ കയ്യിൽ സാമ്പത്തികം ഇല്ലാതെ വരുന്ന സമയത്ത് ആരെങ്കിലും നമ്മുടെ അടുത്തേക്ക് വന്നിട്ട് അതിനെന്താ ഞാൻ സഹായിക്കാമല്ലോ, നീ എന്തിനാണ് വിഷമിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, ഇനിയിപ്പോൾ ശത്രുവാണെങ്കിൽ പോലും ചിലപ്പോൾ നമ്മളത് വാങ്ങിപ്പോയി എന്ന് വരും അല്ലേ. നമ്മുടെ അവസ്ഥ അതാണ്. ആ അവസ്ഥ മുതലാക്കി എടുത്തിരിക്കുന്നത് തേർഡ് പാർട്ടി, അതാണ് അവിടെ ചതി വന്നിരിക്കുന്നത്. ഓക്കെ, അതുമൂലം ഈ വ്യക്തിക്ക് ഇപ്പോൾ ഉറങ്ങാൻ കഴിയാത്ത അവസ്ഥ വന്നു. കാരണം വെച്ചാൽ ബർഡനായി. അത് പിന്നെ ബർഡനാവുക എന്ന് പറഞ്ഞാൽ എന്താണ്, എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച ധനത്തിന് എന്താ ഒരു ഇതില്ല, വ്യവസ്ഥയില്ലാതെ വരരുത്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് ആർഗ്യൂ. അതായത് നമുക്ക് ഒരാളുടെ കയ്യിൽ നമ്മൾ പൈസ മേടിക്കും, അതുപോലെയുള്ള എന്തെങ്കിലും ഒരു വിഷയം വന്നാൽ ഇത് തന്നെ ആയിക്കൊള്ളണം എന്നില്ല, വിഷയം വേറെ ആകാം. ഞാനീ പറഞ്ഞത് ഇവിടെ കണ്ട കാര്യം പറയുന്നു എന്ന് മാത്രം. നിങ്ങളുടെ എന്താണോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് അത് എടുത്തോളണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു വിഷയം വരുന്ന സമയത്ത് സാധാരണ മനുഷ്യരെന്താകും, നമ്മൾ അവരുടെ ഒരു ചെറിയ അടിമ പോലെയാവും അല്ലേ. ആ അടിമത്തരം ഇവിടെ വന്നപ്പോൾ ഈ വ്യക്തിക്ക് ഉറക്കമില്ലാതെ വന്നു. അതാണ് അവിടെ ചതി എന്ന് പറയാൻ കാരണം. 10 ഓഫ് പിന്നെ വാൻസ് വന്നിട്ടുണ്ട്. ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ബിസിനസ്സിൻ്റെ കാര്യങ്ങളാണെങ്കിലും ശരി, ഇവരെ സന്തോഷിപ്പിക്കേണ്ട കാര്യങ്ങളായാലും ശരി, നിങ്ങളെ സന്തോഷിപ്പിക്കേണ്ട കാര്യങ്ങളാണെങ്കിലും ശരി, ഈ രണ്ട് പിന്നെ കാര്യങ്ങളുടെയും, അല്ലെങ്കിൽ ഈ 2-3 കാര്യങ്ങളുടെ മധ്യത്തിൽ കടന്ന് ഈ വ്യക്തി വളരെയധികം വിഷമിച്ചിരുന്നു എന്നാണ്. അപ്പോൾ സാമ്പത്തികം വാങ്ങിപ്പോയതിൻ്റെ പേരിലുള്ള ഹരാസ്മെൻറ്റ്, അത്തരം കാര്യങ്ങൾ, നിങ്ങളോട് നീതി പാലിക്കാൻ കഴിയാത്തതിൻ്റെ വേദന, ബിസിനസ്സിലെ കുറേ ഡൾ പീരിയഡിനെ ഓവർകം ചെയ്യാനുള്ള ആ ഒരു ഓട്ടം. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം ഈ വ്യക്തി വളരെയധികം സഫർ ചെയ്തിരുന്നു എന്ന് കാണിക്കുന്നുണ്ട്. കാരണം ഇവിടെ ഒരു വലിയ ചതിയായിരുന്നു അത് നടന്നിരുന്നത്. അതായത് പിന്നെ ബാക്ക് സ്റ്റാബിങ് നടന്നിരിക്കുന്നു എന്ന് വെച്ചാൽ കുത്തുക എന്ന് പറയില്ലേ, ഒരാളെ കുത്തി വീഴ്ത്താൻ എളുപ്പം എന്താണ്, ഇത്തരം കാര്യങ്ങൾ തന്നെയാണ് അല്ലേ. അപ്പോൾ മണിയൊക്കെ കൊടുത്തിട്ട് പിന്നെ പ്രലോഭിപ്പിച്ച് കയ്യിലാക്കിയതിന് ശേഷം അന്നേരം 5-6 വാക്കുകളൊക്കെ ചേർന്ന് അതിനെന്താ ഞാനില്ലേ, അങ്ങനല്ലേ, ഇങ്ങനെയല്ലേ എന്ന് പറഞ്ഞു കാണും. അതിന് ശേഷം തനി നിറം അങ്ങെടുത്തു ആര്, തേർഡ് പാർട്ടി. ഓക്കെ, തേർഡ് പാർട്ടി ഈ കൊടുത്തതിന് ഒരു ഉദ്ദേശം കൂടെ ഉണ്ടായിരുന്നു. തേർഡ് പാർട്ടിക്ക് ഇതിൽ നിന്ന് വളരെയധികം ലാഭം കൊയ്യണം. ഇപ്പോൾ ഞാനൊന്ന് സഹായിച്ചു കഴിഞ്ഞാൽ പിടിമുറുക്കാം. ഇപ്പോൾ ബിസിനസ്സിലാണെങ്കിലും ശരി, ഏത് കാര്യത്തിലാണെങ്കിലും ശരി, അവരുടെ ഇൻവോൾവ്മെൻറ്റ് അവിടെ ധാരാളം വന്നിരുന്നു. അവിടെ ഒരു ചതി, കിട്ടുന്ന പൈസയൊക്കെ അടിച്ചുകൊണ്ട് പോയി കാണണം. അത് തന്നെയാണ് ഒരു വലിയ പിൻകുത്ത് അവിടെ നടത്തിയിട്ടുണ്ട് എന്ന് കാണിക്കുന്നു.
സെവൻ ഓഫ് വാൻസ് വന്നിട്ടുണ്ട്. ഇവിടെ പ്രതിരോധിച്ച് നിൽക്കുന്നു നിങ്ങളുടെ വ്യക്തി എന്നാണ്. നിങ്ങളുടെ വ്യക്തി വളരെയധികം പ്രതിരോധിച്ച് നിന്നിരുന്നു അവിടെ. കാരണം ഇതിങ്ങനെ ആയാൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ടാകാം ഒരുപക്ഷെ ഭയങ്കരമായ പിന്നെ ഫൈറ്റിംഗ് വരെ നടന്നിട്ടുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. വളരെയധികം വിഷമം അവിടെ അനുഭവിച്ചു. അതുമൂലം മാനസിക സംഘർഷങ്ങൾ, അതായത് ഒരു എന്താ പറയുക, ഒരു സൈക്കിക് ആ ഒരു പ്രോബ്ലം വരെ അനുഭവിക്കേണ്ട ഒരു ഘട്ടം കഴിഞ്ഞു പോയിരിക്കുന്നു എന്നാണ്. എന്ന് വെച്ചാൽ ആരോടും മിണ്ടാട്ടമില്ല. അതാണ് നിങ്ങൾ വിളിച്ചാൽ ഫോൺ എടുക്കാതിരുന്നതും മെസ്സേജുകൾ അയക്കാതിരുന്നതും അല്ലെങ്കിൽ നിങ്ങൾക്ക് റിപ്ലൈ തരാതിരുന്നതും, അങ്ങനെ നിങ്ങളുമായിട്ടുള്ള സർവ്വബന്ധങ്ങളും അവിടെ അറ്റുപോകേണ്ടി വന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഈ വ്യക്തി വളരെയധികം മൂണിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? നമ്മൾ വളരെയധികം എങ്ങനെയാണ് പിന്നെ ഫുൾ മൂൺ അല്ലാത്ത ദിവസങ്ങളിൽ പിന്നെ കുറച്ച് തെളിഞ്ഞ് നിൽക്കുകയും പിന്നെ അത് മങ്ങി വരികയും ചെയ്യുമെന്ന് പറഞ്ഞാൽ ആ ഏറ്റവും അമാവാസി ആ സമയങ്ങളിലൊക്കെ എങ്ങനെയാണ് വളരെയധികം അങ്ങ് തകർന്ന് താഴെ പോയി എന്ന് തന്നെയാണ്. നമ്മുടെ അമാവാസിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഇന്നലെ എല്ലാവരും ബലിയൊക്കെ ഇട്ടുവോ? ഞാൻ ആ കാര്യം ചോദിക്കാൻ മറന്നുപോയി. അപ്പോൾ ഇന്നലെ ഒരു ഇത് എടുക്കണം, റീഡിങ് എടുക്കണമെന്ന് ഞാൻ വിചാരിച്ചെങ്കിലും ഇന്നലെ ഞാനും ഈ പറഞ്ഞ മാതിരി ബലിയൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ നല്ല ക്ഷീണമായി. പിന്നെ ഞാനതങ്ങ് ചെയ്യാൻ പറ്റാതെ വന്നു. കാരണം ഇന്നലെ പൊതുവേ ഉണ്ടെന്ന് തോന്നുന്നു അങ്ങനെ എല്ലാവർക്കും. അപ്പോൾ അതുപോലെ നിങ്ങളെ ബലിയൊക്കെ നന്നായിട്ട് അനുഗ്രഹങ്ങളൊക്കെ നേടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് അത്യാവശ്യമാണ്. കാരണം പിതൃക്കളെ സന്തോഷിപ്പിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഈശ്വരൻ തരണമെന്ന് വിചാരിച്ചാൽ പോലും കിട്ടൂ എന്നാണ് പറയുന്നത്. പിതൃ പറയുകയാണ് കൊടുക്കണ്ട, അവൻ ഞങ്ങൾക്ക് വെള്ളം തരുന്നില്ല, അല്ലെ ഞങ്ങളെ നോക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ കിട്ടില്ലെന്നാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഓക്കെ, എനിവേ എന്തുവാവട്ടെ. പക്ഷേ നമ്മൾ ചെയ്യേണ്ട ചില കർത്തവ്യങ്ങളാണ് ഒരു അമാവാസിയൊക്കെ വരുമ്പോൾ നമുക്ക് പിതൃപൂജ ചെയ്യുക, ബലിയിടുക, അതൊക്കെ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇനിയും ശ്രദ്ധിക്കണം, അത്രേ ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ ഇതിവിടെ ഇങ്ങനെ നമ്മൾ കാണുന്നത് ഇതാണ്. ഈ ഒരു അവസ്ഥയിലേക്ക് ഈ വ്യക്തി വളരെയധികം മുങ്ങിപ്പോയി. കുറേ കാലം ഇയാൾ മൗനവ്രതത്തിലായിരുന്നു, അല്ലെങ്കിൽ ആരോടും സംസാരിക്കാൻ പോലും കഴിയാത്ത ഒരവസ്ഥ ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നു എന്ന് കാണിക്കുന്നുണ്ട്. പിന്നീട് അവിടുന്ന് പതിയെ ഒരു ഇന്നർ സ്ട്രെങ്ത് നേടിയിരിക്കുന്നു എന്നാണ്. നമ്മൾ കുറച്ച് കാലം അങ്ങനെ കടന്നു കഴിയുമ്പോൾ കുറച്ച് പക്ഷേ ഡോക്ടറെ അടുത്ത് പോകേണ്ടി വരും, നമ്മൾ മെഡിസിൻ കഴിക്കേണ്ടി വരും, വിഷാദ രോഗങ്ങൾ വന്നിട്ടുണ്ടാകാം. ആ രീതിയിലുള്ള ഒരു ഘട്ടം കഴിഞ്ഞു പോയിരിക്കുന്നു. ആ ഘട്ടം കഴിഞ്ഞതിന് ശേഷം പതിയെ ഇമ്പ്രൂവ് ആയിരിക്കുന്നു. മെൻ്റലി അയാൾ കുറച്ചൊന്ന് സ്ട്രെങ്ത് ആയിട്ട് വന്നിരിക്കുന്നു. നമ്മുടെ ഒരു ആടിനെ പോലെയൊക്കെ ഇരുന്ന ആൾ പിന്നെ ഒരു സിംഹത്തിൻ്റെ ലെവലിലേക്കൊക്കെ ഇപ്പോൾ നിൽക്കുന്നു എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഏതാണ്ട് സ്വയം അവനവൻ്റെ സത്ത തിരിച്ചറിയുകയും ആ കാര്യങ്ങളിൽ കുറച്ച് കൂടുതൽ മനസ്സിലായിരിക്കുന്നു. എൻ്റെ വാല്യൂ ഇതാണ്, അത് ഞാൻ ഇനി ആരുടെ മുമ്പിലും അടിയറ വയ്ക്കാൻ പാടുള്ളതല്ല എന്നൊക്കെ ഈ ആൾ മനസ്സിലാക്കിയിരിക്കുന്നു എന്നാണ്. ഇവിടെ 3 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ഇവിടെ കുറച്ച് എൻജോയ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നു ഇപ്പോൾ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആ ഒരു മൂഡ് ഓഫിൽ കിടന്നെടുത്തോന്ന് പതിയെ ബലമൊക്കെ വെച്ച് മനസ്സിനൊക്കെ ഒരു വിഷമങ്ങളൊക്കെ മാറി വന്നിട്ട് പതിയെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാനൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ കുറച്ച് ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഒന്ന് എൻജോയ് ചെയ്യുകയും ഒന്ന് ചിയറപ്പ് ആവുക എന്നൊക്കെ പറയില്ലേ നമ്മൾ, ചില്ലാവുക എന്നൊക്കെ ഇപ്പോഴത്തെ ജെൻസി അതുപോലെയുള്ളൊക്കെ കുട്ടികളൊക്കെ പറയണ ചില്ലാവുക എന്നൊക്കെ. എനിക്കറിയത്തില്ല ഈ ചില്ലാവുക എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയില്ല. പക്ഷേ അവർ ഹാപ്പി ആയിട്ട് നടക്കുന്നു, അല്ലെങ്കിൽ ഒരുപാട് സന്തോഷങ്ങൾ പാർട്ടികളിലുമൊക്കെ പോയിട്ട് എൻജോയ് ചെയ്തും ഒക്കെ അയാളുടെ ആ ഒരു സത്ത അല്ലെങ്കിൽ വ്യക്തിത്വം തിരിച്ചു പിടിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. ഇവിടെ നൈറ്റ് ഓഫ് വാൻസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് എന്ത് കാര്യം ആഗ്രഹിച്ചാലും അത് നടത്തിയിരിക്കില്ല. പാഷനാണ് ആൾക്ക്, എല്ലാത്തിനോടും ഒരു പാഷൻ വന്നു കഴിഞ്ഞിരിക്കുന്നു. കാരണം വെച്ചാൽ ഞാൻ എൻ്റെ ലൈഫിൽ സത്യസന്ധമായിട്ടാണ് ഞാൻ കുറച്ച് കാര്യങ്ങൾ ചെയ്തിരുന്നത്. സത്യസന്ധനായ ആൾ തന്നെയാണ്, അങ്ങനെ ചെയ്തിരുന്നു. പക്ഷേ അതിലെനിക്ക് പാളിച്ച വന്നു. അപ്പോൾ ഈ തേർഡ് പാർട്ടി എന്നിവിടെ പറയുന്നത് വളരെ ഇയാളുടെ മേൽ സ്വാധീനമുള്ള വ്യക്തി തന്നെയാണ്. അല്ലാതെ പെട്ടെന്ന് ഏതോ ഒരു വ്യക്തിയെ പരിചയപ്പെടുന്നത് വന്നിട്ട് ഉള്ള ഒരു ബന്ധമല്ല അത്. ഒരു പക്ഷേ ഫാമിലി ആയിരിക്കാം, വിട്ടു നിന്നിരുന്ന ആളുകൾ ഒരുമിച്ചതായിരിക്കാം. അതല്ലെങ്കിൽ അത്ര അതിശക്തമായ എന്തോ ഒരു ബന്ധം തേർഡ് പാർട്ടിയുമായിട്ടുള്ളത് കൊണ്ടാണ് അതിൻ്റെ കൂടെ സാമ്പത്തിക ഭദ്രതയും കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് നിവൃത്തിയില്ലാത്ത ഒരു അവസ്ഥ വന്നു കാണും. അങ്ങനെയാണ് ആ ഒരു ബന്ധത്തിലേക്ക് പോയത്. ഇപ്പോൾ ഓർക്കുന്നു, ഞാൻ അത്ര സത്യസന്ധനായിട്ടൊന്നും ജീവിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല.
എനിക്ക് എൻ്റേതായ ലൈഫ് എൻജോയ് ചെയ്യണം. ഞാൻ ഇങ്ങനെ ആയിട്ട് എന്താ കാര്യമുള്ളത്? ഞാൻ ഈ അനുഭവിച്ചു അല്ലേ, കുറേ കാര്യങ്ങളൊക്കെ വളരെയധികം വിഷമിച്ചു, അനുഭവിച്ചു, എല്ലാത്തിനും പിന്നെ പതറ്റി കണ്ടീഷനിലായിരുന്നു. ഇതൊക്കെ ആയിട്ടും എനിക്കെന്താണ് നേട്ടം ഉണ്ടായത് എന്നുള്ള ചിന്ത ഇയാളെ അലട്ടുന്നു എന്ന് കാണിക്കുന്നു. അതുപോലെ ഇത് മജിഷ്യൻ വന്നിട്ടുണ്ട്. മജിഷ്യൻ എന്ന് പറയുമ്പോൾ ഇയാൾക്ക് ഇപ്പോൾ എന്താഗ്രഹിച്ചാലും അത് കൈപ്പിടിയിൽ ഒതുക്കാനുള്ള കഴിവുണ്ടെന്നുള്ളതാണ്. ഞാൻ എന്താഗ്രഹിക്കുന്നുവോ അത് എനിക്ക് പിന്നെ അതിനെ ഞാൻ അങ്ങനെ ഒരു ഇൻഫിനിറ്റീവിൻ്റെ ഒരു ചിഹ്നമൊക്കെ തലയിലുണ്ട്. അപ്പോൾ എന്ത് തന്നെ ഞാൻ ആഗ്രഹിച്ചാലും ശരി, ഞാനത് നേടിയെടുത്തിരിക്കും. അല്ലെങ്കിൽ എനിക്കതിനുള്ള കഴിവുണ്ട്. അതായത് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നല്ലതുപോലെ. മാനിഫെസ്റ്റേഷൻ പവറുകൾക്ക് വളരെയധികം കൂടുതലാണ്. എന്ത് മാനിഫെസ്റ്റ് ചെയ്താലും ശരി അത് നേടിയെടുക്കാനുള്ള. പിന്നെ ടൈം ആദ്യ സമയങ്ങളിൽ നമ്മൾ കണ്ടതെല്ലാം അയാളുടെ സമയമോശമായിരുന്നു. ആ സമയമോശത്താണ് ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ അയാൾക്ക് നല്ല സമയമാണ്. ആ സമയം കൊണ്ട് തന്നെ അയാൾ എന്താഗ്രഹിച്ചാലും ശരി അയാളുടെ കൈപ്പിടിയിൽ ഒതുങ്ങും. ആ രീതിയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നു. പക്ഷേ അവിടെയും ഒരു വിഷമമുണ്ട് അയാൾക്ക്. നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ചിന്ത. നിങ്ങളോടുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് എന്താണ് എന്ന് ചോദിച്ചാൽ നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ചിന്ത. അതൊരു സ്പാർക്കാണ്. നിങ്ങളെന്ന് പറയുന്നത് ഈ വ്യക്തിയുടെ ഒരു വലിയ സ്പാർക്കാണ്. ആ ഒരു കപ്പ് മാത്രം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു. ഇവിടെ ഒരു ലവ് ചിഹ്നമൊക്കെ കാണുന്നുണ്ടല്ലേ, നമ്മൾ കൈ ഒക്കെ ഇങ്ങനെ പിടിച്ചിട്ട്. അപ്പോൾ ഇയാളുടെ ചിന്ത ഇത് മാത്രമാണ്, എനിക്ക് നഷ്ടപ്പെട്ടു പോയ അത്. അപ്പം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എപ്പോഴും പോസിറ്റീവായിട്ടുള്ള ചിന്തയാണ്. ആ നഷ്ടപ്പെട്ടു പോയതിനെ എങ്ങനെ തിരിച്ചു പിടിക്കും എന്നൊക്കെ ഈ വ്യക്തി വളരെയധികം ആലോചിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഈഗോ ഒരു വില്ലനായിട്ടാണ് നിൽക്കുന്നത് എപ്പോഴും. ഈഗോ ഉണ്ട്, വളരെയധികം ഈഗോ ഉണ്ട്. കിങ് ഓഫ് കപ്സ് ആണ്. ഹൃദയം മുഴുവനും ഒരു സാഗരം പോലെ സ്നേഹം നിങ്ങളോടുണ്ട്, മനസ്സിലായോ? പക്ഷേ ആ സ്നേഹമെല്ലാം ഉള്ളിലൊതുക്കി അയാളുടെ ഇമോഷൻസ് ആൻഡ് ഫീലിങ്സ് ഒന്നും തന്നെ വെളിയിൽ കാണിക്കാതെ, അല്ലെ നിങ്ങളെ അറിയിക്കാതെ അയാളുടെ ഈഗോയെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ഈഗോ ഭയങ്കര ഒരു വില്ലനാണ് കേട്ടോ. എല്ലാവരും ഒന്ന് അത് മാറ്റി വെക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞു പോയിരിക്കുന്നു. അത് പുരുഷനായാലും ശരി, സ്ത്രീ ആയാലും ശരി. ഇവിടെ ഒരു ഭയങ്കരമായിട്ടുള്ള പിന്നെ ഈഗോ കാരണം നമ്മളുടെ സ്നേഹം, നമ്മുടെ കടൽ പോലെയുള്ള സ്നേഹം നമ്മുടെ ഉള്ളിലുണ്ടെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അത് അനുഭവിക്കാൻ കൂടി യോഗം വേണം. അതിനെന്ത് വേണം? നമ്മളുടെ ഈഗോ ഒന്ന് കുറച്ച് വെക്കണം. അതിവിടെ വളരെ കൃത്യമായി കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളോട് വന്ന് സംസാരിക്കാൻ അയാൾക്ക് താല്പര്യം കാണിക്കുന്നില്ല. അതാണ് സ്റ്റേ അവിടെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. കാരണം പണ്ട് നിങ്ങളിങ്ങനെ ആയിരുന്നല്ലോ, നിങ്ങളിപ്പോഴത്തെ ആ ഒരു ബോൾഡ്നെസ് ഇല്ല. കാരണം നിങ്ങൾക്കിവിടെ ഭയങ്കര ബോൾഡ്നെസ്സാണ് ഇപ്പോൾ കാണിക്കുന്നത്. ക്യൂൻ ഓഫ് സോർട്സ് ഇതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ. ആ ക്യൂൻ ഓഫ് സോർട്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പിന്നെ വളരെ കോൺഫിഡൻ്റ് ആണ് ഇപ്പോൾ. നിങ്ങൾ വളരെ ബോൾഡായിരിക്കുന്നു. ആ പഴയ സില്ലി ടോക്സൊക്കെ നിങ്ങളെടുത്ത് ദൂരെ കളഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ ആ സ്നേഹത്തിൻ്റെ ആ പാരമ്യത കാണിച്ചിരുന്ന കാലമൊക്കെ കഴിഞ്ഞുപോയി. നിനക്ക് വേണമെങ്കിൽ മതി, എനിക്കത്ര വലിയ നിർബന്ധമൊന്നുമില്ല എന്ന രീതിയിലാണ് നിങ്ങളും പോകുന്നത്. അപ്പോൾ രണ്ടുപേരും ഒരേ മൈൻഡിലാണ് ഇപ്പോൾ നിൽക്കണം. നിങ്ങളും മോശമല്ല, ഈ പറഞ്ഞ വ്യക്തിയും മോശമല്ല, രണ്ടുപേരും മോശമല്ല. ഓക്കെ, നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല, കണ്ടതാണ് കേട്ടോ. ഈ കാണുന്ന പറഞ്ഞില്ലേ ഒരു വിഷമമാണ്. ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ഇപ്പോൾ സാമ്പത്തികമായിട്ട് നിങ്ങൾക്കാണെങ്കിലും ശരി, രണ്ടുപേർക്കും സാമ്പത്തികമായിട്ടും ഭദ്രതകളുണ്ട്. രണ്ടുപേർക്കും പിന്നെ അത്യാവശ്യം ജീവിക്കാനുള്ള മാർഗങ്ങളൊക്കെ നല്ലതുപോലെ നിങ്ങൾക്ക് ലഭിക്കുവാൻ ആയി, അല്ലെങ്കിൽ ലഭിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളെപ്പോൾ ആ ഒരു കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ആരെയും കൂസാതെ ജീവിക്കാൻ, അതായത് സ്വയം പര്യാപ്തത നേടിയിരിക്കുന്നു. ഒറ്റയ്ക്ക് ജീവിക്കാൻ ഭയമില്ല. ഇനി ഒറ്റയ്ക്കായാലും മതി എന്നുള്ള ആ ഒരവസ്ഥയിൽ നിങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. വേണമെങ്കിൽ വരൂ, എന്നെ വേണമെങ്കിൽ മതിയെന്ന്, എനിക്ക് നിർബന്ധമൊന്നുമില്ല എന്നുള്ള രീതിയിലാണിപ്പോൾ ഇവിടെ കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകുന്നത് എന്ന് കാണിക്കുന്നുണ്ട്. 9 ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. 9 ഓഫ് പെൻറ്റക്കിൾസ് ഇവിടെ വളരെ ഫ്രൂട്ടിഷായിട്ടുള്ള, വളരെ ആ ഒരു ഫലം കൊയ്യുക എന്ന് പറയില്ലേ, സാമ്പത്തിക ഭദ്രത നേടി അതിൻ്റെയൊക്കെ ഇപ്പം നല്ല രീതിയിലാണ് ജീവിതമൊക്കെ, നല്ല രീതിയിലാണ്. പക്ഷേ ഈഗോ വില്ലനാണ്, നിങ്ങളെ പ്രാണനാണ്, പറഞ്ഞിട്ട് കാര്യമില്ല, ഈഗോയാണ്. ഓക്കെ, ഇവിടെ ഈ 9 ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. ഇതൊരു നല്ല ശുഭലക്ഷണമാണ്. ഓക്കെ, കാരണം വെച്ചാൽ സാമ്പത്തികം മാത്രമല്ല, അത് സ്നേഹവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അത് സൺ വന്നിട്ടുണ്ട്. സൺ എന്ന് പറയുന്നത് പ്രോസ്പെരിറ്റിയാണ്, ഫാമിലി കാർഡാണ്. അപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ ഈ ഈഗോയൊക്കെ കളഞ്ഞ് നിങ്ങളുടെ അടുത്തേക്കും നിങ്ങൾ അങ്ങോട്ടേക്കും ഒക്കെ പോകാനുള്ള സാധ്യത തെളിഞ്ഞു കാണിക്കുന്നുണ്ട്. സൺ എന്ന് പറയുന്നത് അത്രയും നല്ല കാർഡാണ്, സൂര്യനാണ്. അപ്പോൾ നമുക്ക് എല്ലാ വെളിച്ചവും നമ്മളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ പ്രാപ്തി ഉള്ള ഒരു കാര്യങ്ങൾ വരും നിങ്ങളുടെ ജീവിതത്തിൽ എന്ന് കാണിക്കുന്നുണ്ട്. അത് ഈശ്വരൻ ഞങ്ങളെ അനുഗ്രഹിക്കുന്നു എന്നും കാണിക്കുന്നുണ്ട്.
ഓക്കെ, സണ്ണൊക്കെ കിട്ടുന്നത് ഈശ്വരാനുഗ്രഹമുള്ള കാർഡാണ്. അപ്പോൾ അത് പിന്നെ കിട്ടുന്നുണ്ട്. അപ്പം നിങ്ങളും കുറച്ച് വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടതുണ്ട് എന്നിവിടെ കാണിക്കുന്നു. കാരണം അയാൾ വന്ന കുറച്ച് പിന്നെ വിഷമങ്ങളാണ് ഇപ്പം ആദ്യം പറഞ്ഞ കാർഡുകൾ എല്ലാം ഞാൻ പറഞ്ഞില്ലേ. അപ്പം അത് നമ്മൾ കുറച്ചൊക്കെ മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് ആ വ്യക്തിയെ തിരസ്കരിക്കാനും സ്വീകരിക്കാനും നിങ്ങൾക്ക് അവകാശമുണ്ട്. അത് നമുക്കതിനോട് ഇങ്ങനെ ചെയ്യൂ എന്ന് പറയാൻ എനിക്ക് കഴിയില്ല. പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത്. തീരുമാനം നിങ്ങളുടേതാണ്. പിന്നെ ഡിവൈൻ നിങ്ങൾക്ക് അനുകൂലമായ ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാക്കി തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക് യു യൂണിവേഴ്സ്.